Hello friends, welcome back to my channel Mums Daily. ഇന്ന് ഞാൻ ഒരു ചിക്കൻ കപ്പ ബിരിയാണി ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മൾ എല്ലാവരും ബീഫ് കപ്പ ബിരിയാണി കഴിച്ചിട്ടുണ്ടാവും. പക്ഷേ ഇന്ന് ഞാൻ ചിക്കൻ കൊണ്ടാണ് ഒരു കപ്പ ബിരിയാണി ഉണ്ടാക്കാൻ പോകുന്നത്. കുഞ്ഞുങ്ങൾക്കൊക്കെ വലുതായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു കപ്പ ബിരിയാണിയാണ് ഇത്. കാരണം കുഞ്ഞുങ്ങൾക്ക് ബീഫൊക്കെ കടിച്ചു മുറിക്കാൻ വലിയ ഇഷ്ടം ഉണ്ടാവില്ല. അങ്ങനത്തെ ഉള്ള കുട്ടികൾക്കും അങ്ങനെയുള്ള വലിയ ആൾക്കാർക്കും ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു സൂപ്പർ കപ്പ ബിരിയാണിയാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം ചിക്കൻ കപ്പ ബിരിയാണി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. അപ്പോൾ ചിക്കൻ കപ്പ ബിരിയാണി ഉണ്ടാക്കാനായി ഞാൻ ആദ്യം എടുക്കുന്നത് ചിക്കനാണ്. ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെക്കാൻ പോവാണ്. അതിനിവിടെ 750 ഗ്രാമോളം ചിക്കനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇവിടെ ഞാൻ ചിക്കൻ ബ്രസ്റ്റാണ് എടുത്തിരിക്കുന്നത്. അത് കുഞ്ഞുങ്ങൾക്കായതുകൊണ്ടാണ് കേട്ടോ. ഇപ്പോൾ വലിയ ആൾക്കാർക്കൊക്കെ ആണെന്നുണ്ട് ഏറ്റവും നല്ലത് എല്ലുള്ള ചെറുതായി നുറുക്കിയ ചിക്കനാണ് ഏറ്റവും ബെസ്റ്റ്. അപ്പോൾ ഇത് ഞാനൊന്ന് മാരിനേറ്റ് ചെയ്ത് എടുക്കാൻ പോവാണ്. ഇതെല്ലാം കഴുകി വൃത്തിയാക്കി വെച്ചതാണ് കേട്ടോ. അപ്പോൾ ഇനി ആദ്യം ഞാൻ ചേർക്കുന്നത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി ചേർക്കുന്നത് 1 ടേബിൾ സ്പൂൺ കശ്മീരി ചില്ലി പൗഡർ. അത് കശ്മീരി ചില്ലി പൗഡറിന് എടുക്കാൻ നോക്കാൻ നിറം കിട്ടാൻ. പിന്നെ 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ ചേർക്കുന്നത് വെളിച്ചെണ്ണ. കുറച്ച് വെളിച്ചെണ്ണ ഇതിൻ്റെ മേലൊന്ന് തൂക്കി കൊടുക്കാം. ഇനി ഞാൻ ചേർക്കാൻ പോകുന്നത് ഒരു 1/2 മുറി നാരങ്ങയുടെ നീരാണ് കേട്ടോ. ഇനി ഇതെല്ലാം ചേർത്ത് നമുക്ക് നല്ലതുപോലെ കൈകൊണ്ട് തന്നെ നല്ലതുപോലെ തിരുമ്മി പിടിപ്പിക്കണം കേട്ടോ. എന്നിട്ട് നമുക്ക് പറ്റുവാണെന്നുണ്ടെങ്കിൽ ഒരു അരമണിക്കൂർ, അതായത് 15 മുതൽ ഒരു അരമണിക്കൂർ വരെ, 15 മിനിറ്റ് മുതൽ അരമണിക്കൂർ വരെ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാൻ നോക്കുക. ഞാനിവിടെ ഒരു അരമണിക്കൂറോളം മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിനി കപ്പയുടെ കാര്യങ്ങൾ നോക്കാം. ഞാനിവിടെ 2 കിലോളം കപ്പയാണ് എടുത്തിട്ടുള്ളത്. കപ്പ ക്യൂബായിട്ടാണ് ഞാൻ അരിഞ്ഞു വെച്ചിരിക്കുന്നത്. ഒരുപോലെ തന്നെ കപ്പ മുറിക്കുക, ഒരേ എന്താ പറയുക വലിപ്പത്തിലൊക്കെ മുറിക്കാൻ നോക്കുക. എങ്കിൽ അത് ഒരുമിച്ച് ഒരുപോലെ അങ്ങ് വെന്ത് കിട്ടത്തുള്ളൂ കേട്ടോ. അപ്പം ഞാനിവിടെ കപ്പ കഴുകി വൃത്തിയാക്കി ഊറ്റി വെച്ചതാണ്. ഇനി ഞാനിത് ഒരു കുക്കറിനകത്തോട്ട്, നമ്മൾ കുക്കർ മൂടികൊന്നും അടച്ചിട്ടല്ല, മൂടിക തുറന്ന് തന്നെയാണ് വേവിക്കാൻ പോണത്. അപ്പോൾ ആദ്യം ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ച കപ്പ ഞാൻ കുക്കറിനകത്തോട്ട് ഇട്ട് ആ കപ്പ മുങ്ങി കിടക്കാൻ പാകത്തിനുള്ള തണുത്ത വെള്ളം ഒഴിക്കുകയാണ്. എന്നിട്ട് ഞാനിതൊന്ന് അടുപ്പത്ത് വെച്ച് വേവിച്ചെടുക്കാൻ പോവാട്ടോ. ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അടുപ്പത്ത് വെക്കുന്നതോട് കൂടെ തന്നെ ഞാൻ ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി, ഞാനിതൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് ഒന്ന് നല്ലതുപോലെ ഇളക്കി കൊടുത്തിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അപ്പം കപ്പ ഇവിടെ കിടന്ന് വേവട്ടെ. ഈ നേരം കൊണ്ട് നമുക്ക് കപ്പയ്ക്ക് അകത്തിടാനുള്ള ചിക്കൻ കറി ഉണ്ടാക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ആദ്യം ഒരു പാൻ അടുപ്പത്ത് വെച്ചു. അതിനകത്തോട്ട് ഒരു 4 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് സൺഫ്ലവർ ഓയിൽ വേണമെങ്കിൽ ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഈ എണ്ണ ചൂടായി വരുമ്പോഴത്തേക്കും ഞാനൊരു 1 ടീസ്പൂൺ കടുകാണ് ഇടാൻ പോകുന്നത്. കടുക് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് ഞാൻ നീളത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു 4 സവോളയാണ്. സാമാന്യം വലിപ്പമുള്ള ഒരു മീഡിയം സൈസ്ഡ് ആയിട്ടുള്ള ഒരു 4 സവോള ആണ് ഞാനിപ്പോൾ ഇതിനകത്തോട്ട് ചേർക്കുന്നത്. എന്നിട്ട് നമുക്കിത് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. അപ്പം സവോള ഒന്ന് ജസ്റ്റ് ഒന്ന് നിറം മാറി തുടങ്ങുമ്പോഴത്തേക്കും നമുക്കിതിനകത്തോട്ട് ഇനി ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർക്കണം. അത് ഞാനിവിടെ 2 ടേബിൾ സ്പൂണോളം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് അല്ല, ക്രഷ്ഡ് ആയിട്ടുള്ള ജിഞ്ചർ ഗാർലിക്കാണ് ഞാൻ ഇതിനകത്ത് ഇടുന്നത് കേട്ടോ. നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചതച്ച് ചേർക്കുന്നതോറും അതിന് കുറച്ചും കൂടെ ടേസ്റ്റ് കൂടുതലാണ്, പ്രത്യേകിച്ച് ചിക്കൻ കറിയും ബീഫ് കറിയൊക്കെ വെക്കുമ്പോഴത്തേക്കും. അപ്പം നമുക്കിത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് ഞാനിവിടെ ഒരു 4 കീറി വെച്ചിരിക്കുന്ന പച്ചമുളക് ചേർക്കുന്നുണ്ട്, 4 എണ്ണം. അത് നിങ്ങളുടെ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് മാറ്റം വരുത്താം. ഇനി ഞാൻ ചേർക്കാൻ പോകുന്നത് കീറിയ കുറച്ച് വേപ്പിലയാണ്. കീറിയിട്ടാണ് ഞാൻ വേപ്പില ചേർക്കുന്നത് കേട്ടോ. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്. എന്നിട്ട് നമുക്ക് ഇനി നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്ക് വഴറ്റാവേ. അപ്പം സവോള വഴഞ്ഞ് അവിടെ വരട്ടെ. ആ നേരം കൊണ്ട് നമുക്കൊരു അരപ്പ് തയ്യാറാക്കണം, കപ്പയ്ക്കകത്ത് ഇടാനൊരു അരപ്പ്. അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു 1/2 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, പിന്നെ എടുത്തിട്ടുള്ളത് ഉള്ളി ഒരു 3 എണ്ണം, പച്ചമുളക്, അതുപോലെ തന്നെ വേപ്പില. ഇത്രയും ഞാൻ മിക്സിയുടെ ചെറിയ ജാർ എടുക്കുക. മിക്സിയുടെ ചെറിയ ജാറിൽ ഇതെല്ലാം ഇട്ടിട്ട് നമുക്കിതൊക്കെ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കണം. അപ്പം ഞാൻ അരച്ചെടുത്തിട്ട് വരാം. നമ്മുടെ അരപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം.
നമ്മുടെ സവോള ഇപ്പോൾ ഇവിടെ വഴഞ്ഞ് വന്നിട്ടുണ്ട്. ഇത് ഒത്തിരി അങ്ങ് കുഴച്ച് കളയണ്ട. ഈ ഒരു പരുവത്തിന് എത്തുമ്പോഴത്തേക്ക് നമുക്കിനി ബാക്കിയുള്ള മസാലപ്പൊടികൾ ചേർക്കാം. ആദ്യം ചേർക്കുന്നത് 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ ഗരം മസാലപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ ചതച്ച് വെച്ചിരിക്കുന്ന കുരുമുളക്. ഈ മസാലയൊക്കെ നിങ്ങൾക്ക് ഇത് നിങ്ങളുടെ എരിവിനും നിങ്ങളുടെ ടേസ്റ്റിനും അനുസരിച്ചൊക്കെ നിങ്ങൾക്ക് മാറ്റം വരുത്താം. ഞാനിവിടെ എരിവ് വളരെ കുറച്ചാണ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ സ്പൈസി ആവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുരുമുളകിൻ്റെ എണ്ണം കൂട്ടാം, അതുപോലെ തന്നെ ഗരം മസാല കൂട്ടാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യാം കേട്ടോ. എന്നിട്ട് ഇത് നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അടുത്തത് ഞാൻ ചേർക്കാൻ പോകുന്നത് ഒരു തക്കാളി നീളത്തിലോ ക്യൂബായിട്ടോ എങ്ങനെ വേണമെങ്കിലും അരിഞ്ഞതൊന്ന് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഇളക്കി കൊടുക്കാം. തക്കാളി നിങ്ങൾക്ക് കുറച്ചും കൂടെ പുളിയൊക്കെ ഇഷ്ടമുള്ള ആൾക്കാരാണെന്നുണ്ട് ഒരു 1.5 തക്കാളി വരെ എടുക്കാം. ഞാനിവിടെ ഒരു തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഇതേ മസാലയൊക്കെ നല്ലതുപോലെ പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് കുറച്ച് നേരം ഒന്ന് മൂടി വെച്ച് വേവിക്കാം. അപ്പോൾ ആ നേരം നമ്മുടെ കപ്പ എന്തായെന്ന് നോക്കാം. നമ്മുടെ കപ്പ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഈ കപ്പ അതിപ്പം നിങ്ങളുടെ വേവിനനുസരിച്ചാട്ടോ. ഒത്തിരി കുഴഞ്ഞു പോകണമെന്ന് ആഗ്രഹമുള്ളവർക്കൊക്കെ അത് കുറച്ചും കൂടെ വേവിക്കാം. ഞാനിവിടെ ഈ ഒരു പരുവത്തിലാണ് ഞാനത് വാങ്ങിയെടുക്കുന്നത്, അല്ലെങ്കിൽ അത് ഊറ്റിയെടുക്കുന്നത് കേട്ടോ. അപ്പം ഞാനിത് ഇനി ഒന്ന് ഊറ്റിയെടുത്തിട്ട് വരാം. ഇപ്പം നിങ്ങളിവിടെ നോക്കുവാണെന്നുണ്ടെങ്കിൽ ഞാനൊരു സ്പൂൺ വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്യുമ്പോഴത്തേക്കും അതിങ്ങനെ രണ്ടായിട്ട് മാറുന്നുണ്ട്, രണ്ടായിട്ട് അത് പൊടിഞ്ഞ് മാറുന്നുണ്ട്. അപ്പം ഞങ്ങൾക്ക് ഈ ഒരു പരുവം ഓക്കെയാണ്. ഇനി നിങ്ങൾക്ക് അത് കൂട്ടോ കുറയ്ക്കോ ഒക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യാം. അപ്പം ഞാനിതൊന്ന് നേരത്തെ പറഞ്ഞ പോലെ ഒന്ന് ഊറ്റിയെടുത്തിട്ട് വരാം. ഞാനിപ്പം ഇത് ഊറ്റിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ അവിടെ ഇരിക്കട്ടെ. ഇനി നമ്മുടെ ചിക്കൻ എന്നായിന്ന് നോക്കാം. ഇപ്പം എണ്ണയൊക്കെ ഇവിടെ ചിക്കൻ സവോളയിലെ മസാലയുടെ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ ഒരു ഇത് മതിയാവും. ഇനി ഇതിനകത്തോട്ടാണ് നമ്മൾ ഓൾറെഡി മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഞാൻ ഇനി ഇതിനകത്തോട്ട് ഇടാൻ പോവാണ് കേട്ടോ. എന്നിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് വേണം വേവിക്കാനായിട്ട്. നമ്മൾ ഒട്ടും തന്നെ വെള്ളം ചേർക്കുന്നില്ല, വെള്ളം ചേർക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഇതൊന്ന് മൂടി വെച്ച് വേവിക്കാം. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത്, നമ്മൾ കപ്പ ഊറ്റി വെച്ചിട്ടുണ്ടല്ലോ ഒരു പാത്രത്തിനകത്തോട്ട്, ഞാൻ അതിനകത്തോട്ട് നമ്മുടെ അരപ്പ് മേലെ ഒന്ന് തൂവിക്കഴിഞ്ഞതിന് ശേഷം ഇളക്കി കൊടുക്കുന്നില്ല. എന്നിട്ട് ഞാൻ ആ കപ്പ ഊറ്റി വെച്ചിരിക്കുന്ന പാത്രം ഒന്ന് മൂടി വെച്ച് കൊടുക്കുകയാണ്. എങ്കിൽ മാത്രമേ ആ കപ്പയുടെ ആവിയിൽ അങ്ങിരുന്ന് എന്നാ പറയുക അരപ്പെല്ലാം പിടിക്കത്തുള്ളൂ കേട്ടോ. അപ്പം അതവിടെ അങ്ങ് ഇരിക്കട്ടെ. ഇനി ചിക്കൻ ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് തുറന്ന് നോക്കുവാണ്. പാത്രം തുറന്ന് നോക്കുമ്പം വെള്ളമൊക്കെ തന്നെ ഇറങ്ങി വന്നിട്ടുണ്ട്. നമ്മൾ ആഡ് ചെയ്ത വെള്ളമൊന്നുമല്ല. അപ്പോൾ ചിക്കൻ ഒന്ന് നല്ലതുപോലെ ഒന്നും കൂടെ നമുക്ക് മൂടി വെച്ച് വേവിക്കാം. ഞാനിപ്പോൾ കുറച്ച് വേപ്പില ചേർക്കുന്നുണ്ട്. ഞാൻ വേപ്പില ആഡ് ചെയ്യാൻ മറന്നുപോയി. അപ്പോൾ ഞാൻ ഈ സമയത്ത് വേപ്പില ഇട്ടിട്ടങ്ങ് ഞാൻ മൂടി വെച്ചു. ഇതിപ്പോൾ കപ്പ കുറച്ച് നേരം ആയിട്ടുണ്ട് കേട്ടോ. ഞാനിതൊക്കെ ഒന്ന് തുറന്ന് നോക്കുകയാണ്. അപ്പം കപ്പയ്ക്കകത്തൊക്കെ നല്ല മണമൊക്കെ വരുന്നുണ്ട് തുറക്കുമ്പം. ഇനി ഞാനിത് എന്നാ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ നല്ലതുപോലെ ഒന്ന് മാഷ് ചെയ്ത് കൊടുക്കുകയാണ്. ഒത്തിരി കുഴഞ്ഞു പോകണം, എന്നാ പറയുക, ഒത്തിരി അങ്ങ് കുഴഞ്ഞിരിക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ഇങ്ങനെ ചെയ്യാം. ഞാനിപ്പോൾ കുഞ്ഞുങ്ങൾക്കൊക്കെ കഴിക്കാൻ കുറച്ച് എളുപ്പമാണല്ലോ ഇപ്പം ഇങ്ങനെ കുഴഞ്ഞിരുന്നെന്ന്, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ എടുക്കുന്നത്. നിങ്ങൾക്ക് വേണ്ട എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു സ്പൂൺ വെച്ച് വളരെ പതുക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പം കപ്പ ഇത് റെഡിയാണ്. അത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ ഒന്ന് തുറന്ന് നോക്കാം. ചിക്കനിൽ വെള്ളമുണ്ട്, നല്ലപോലെ വെള്ളമുണ്ട്. അപ്പം അത് ആയിട്ടില്ല, നമ്മുടെ ചിക്കൻ ആയിട്ടില്ല. അപ്പോൾ കുറച്ച് നേരം കൂടെ അത് മൂടി വെച്ച് വേവിക്കാം. ഞാനിവിടെ ഒരു 1/2 ടേബിൾ സ്പൂണോളം ഗരം മസാലയും കൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ടൊന്ന് മൂടി വെച്ച് വേവിക്കാം കേട്ടോ. നമ്മുടെ ചിക്കൻ ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിപ്പോൾ നോക്കിയപ്പോൾ ഈ ഉപ്പ് ഇച്ചിരി കുറവാണ്. അതുകൊണ്ട് ഞാൻ ഇച്ചിരി ഉപ്പും കൂടെ അങ്ങ് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങളുടെ ഒരു ടേസ്റ്റിനനുസരിച്ച് ചെയ്യുക. ഇത്രയേ ഉള്ളൂ. നമുക്ക് ഈ ഒരു ഗ്രേവി നമുക്ക് വേണം കേട്ടോ. ഈ ഒരു എന്നാ പറയുക, അത്രയും ഗ്രേവി ഉണ്ടെങ്കിലേ കപ്പയ്ക്കകത്തൊക്കെ അത് കപ്പയ്ക്കകത്തൊന്ന് കയറി പിടിക്കത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ ഒരു ഗ്രേവിയിൽ വെച്ചിട്ട് ഞാൻ സിമ്മിലിടുവാണ്. ഫ്ലെയിം വളരെ ലോയിലിടാണ്. ഇനി ഇതിനകത്തോട്ട് നമ്മൾ ഓൾറെഡി മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന അരപ്പിൻ്റെ കൂടെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ കപ്പ ഇതിനകത്തോട്ട് ചേർത്ത് നല്ലതുപോലെ അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പം നമ്മുടെ കപ്പ മിക്സ് ചെയ്തു, ഇതെല്ലാം റെഡി ആയിട്ട് ഇരിപ്പുണ്ട്. ഇനി ഇതിൻ്റെ മേലെ ഞാൻ കുറച്ച് വേപ്പില കീറി ഒന്ന് ചേർക്കുകയാണ്.
വേപ്പില എത്രത്തോളം ആഡ് ചെയ്യുന്നോ അത്രത്തോളം ഫ്ലേവർ കിട്ടും കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഒന്നില്ലെങ്കിൽ ഇതിങ്ങനെ കഴിക്കാം. കപ്പ ബിരിയാണി റെഡിയാണ്. ഇനി അല്ല ഞങ്ങൾ എങ്ങനെ ഉണ്ടാക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് തേങ്ങ വറുത്ത് ഇതിൻ്റെ മേലെ ഞാൻ ഇടാറുണ്ട്. അപ്പോൾ അതെങ്ങനെയാണെന്ന് ഞാൻ കാണിക്കാം. അപ്പോൾ അതിനായിട്ടൊരു പാൻ അടുപ്പത്ത് വെച്ചു. ഇതിനകത്തോട്ട് ഞാനൊരു എണ്ണയൊന്നും ഒഴിക്കേണ്ട, ഇതിനകത്തോട്ട് നേരിട്ട് തന്നെ ഒരു കപ്പോളം തേങ്ങ ഞാൻ ഇതിനകത്തോട്ട് ഇടാണ് കേട്ടോ. എന്നിട്ട് ഇതൊന്ന് നമുക്കൊന്ന് ഒന്ന് ഇളക്കി കൊടുക്കാം, വഴറ്റി കൊടുക്കാം. ഇതൊരു ലോ ഫ്ലെയിമിൽ ഇട്ടാൽ മതിയാവും, അല്ലെങ്കിൽ പെട്ടെന്ന് ഇതിങ്ങ് കരിയാൻ തുടങ്ങും തേങ്ങ. നമുക്ക് ഈ തേങ്ങയുടെ കളറ് ഒന്ന് മാറിയാൽ മാത്രം മതിയാവും. ജസ്റ്റ് അത് എന്നാ പറയുക, നമുക്കിത് കളർ മാറി വരും, ഒരു ഗോൾഡിഷ് കളറിലോട്ട് അത് മാറി വരും. അതാണ് അതിൻ്റെ ഒരു വാങ്ങാനുള്ള സമയം കേട്ടോ. അപ്പോൾ ഇതൊന്ന് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. അപ്പം ഞാൻ ഇനി ഇതിനകത്തോട്ട് കുറച്ച് മസാലപ്പൊടി ചേർക്കാൻ പോവാണ്. ആദ്യം ചേർക്കാൻ പോകുന്നത് 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതുപോലെ തന്നെ ഞാൻ ഇനി ചേർക്കാൻ പോകുന്നത് ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, ആ നിറക്കൊന്ന് കിട്ടാൻ വേണ്ടിയിട്ടാട്ടോ. ഇത് രണ്ടും ഇട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. നമ്മുടെ തേങ്ങയുടെ നിറം മാറി നല്ലൊരു ഡാർക്കിഷ് ഗോൾഡൻ കളറൊക്കെ ആവണം. ആ ഒരു സമയത്തേ നമുക്ക് എടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതാ നമ്മുടെ തേങ്ങയുടെ നിരക്ക് മാറി വരാൻ തുടങ്ങി. ഇതാണ് ഇതിൻ്റെ ഒരു പരുവം. നമ്മളിനി ഇത് ഫ്ലെയിം ഓഫ് ചെയ്യാം നമുക്ക്. എന്നിട്ട് ഈ ഒരു മിക്സ് നമ്മുടെ കപ്പയുടെ മേലെ നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പം നമ്മുടെ കപ്പ ബിരിയാണി റെഡിയാണ്. ചിക്കൻ കപ്പ ബിരിയാണി റെഡിയാണ്. ഇത് വളരെ ടേസ്റ്റിയാണ്, കുഞ്ഞുങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടും. ബീഫിനേക്കാളും ടേസ്റ്റിയാണ് ചിക്കൻ കപ്പ ബിരിയാണി കഴിക്കാനായിട്ട്. ഇത് ഉണ്ടാക്കാനും എളുപ്പമൊക്കെ തന്നെയാണ്. അപ്പം നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ സബ്സ്ക്രൈബും ചെയ്യാനും ഫ്രണ്ട്സിൻ്റെ കൂടെ ഷെയറും ചെയ്യണം. അപ്പോൾ ഇനി അടുത്തൊരു സിമ്പിൾ റെസിപ്പി ആയിട്ട് ഞാൻ ഉടനെ വരാം. സോ അൻറ്റിൽ ദെൻ ബൈ.